എങ്ങനെയായാലും എന്താ, ഇതുവരെയായിട്ട് ഞാൻ മോഹനേട്ടനെ പട്ടിണി കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. എല്ലാ ദിവസവും 3 നേരം നല്ല രുചിയുള്ള ഭക്ഷണം വെട്ടിവിഴുങ്ങാൻ തരുന്നില്ലേ? 3 നേരം ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് നേരാണ്. പക്ഷേ അത് രുചിയുള്ളതാണോ എന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് കൊള്ളാലോ. ഇല്ല അങ്ങനെ ഇട്ടാ ശരിയാവില്ലല്ലോ. പറഞ്ഞിട്ട് പോകുന്നതിന്റെ അർത്ഥം എന്താ? അതിപ്പോ അങ്ങനെ അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമൊന്നും ആയിരുന്നില്ലല്ലോ. മനസ്സിലായ അർത്ഥം വെച്ചിട്ടാണെങ്കിലേ മോഹനേട്ടൻ പറഞ്ഞത് ശുദ്ധ വൃത്തിയോടാണ്. ഞാനാണ് മോഹനേട്ടനെ വഷളാക്കിയത്. അടുക്കളയിലോ ഈ വീട്ടിലോ ഒരു ചെറിയ കാര്യത്തിന് പോലും മോഹനേട്ടൻ എന്നെ സഹായിക്കാറില്ല. വേണ്ടായേ ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം. അങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തു തന്നിട്ടും മോഹനേട്ടൻ എന്താണ്? അഹങ്കാരം. ഭക്ഷണം കഴിച്ചിട്ട് നല്ലത് പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല മോഹനേട്ടാ, ഒന്നും കുറ്റം പറയാതെങ്കിലും ഇരുന്നൂടെ? മുനിസിപ്പൽ കോടതിയില് സതിശീലിന് കേസ് വരികയാണെങ്കിൽ ഒന്ന് അവധിക്ക് അപേക്ഷിക്കണമെന്ന് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. വേറൊന്നുമല്ല, ഇവിടെ കുറച്ച് ജോലി തീർക്കാനുണ്ട്. വീടൊന്ന് കഴുകി തുടച്ചിട്ട് 2 ആഴ്ചയായി. കുറേ തുണി അലക്കാനും ഉണ്ട്. ഇവിടെ എനിക്കൊരു കൈസഹായത്തിന് വേറെ ആരും ഇല്ലല്ലോ. സർവ്വ ജോലി ഞാൻ തന്നെ ചെയ്യണമല്ലോ. വിശക്കും വന്ന് വെട്ടിവഴുകാൻ മാത്രമേ എന്റെ മോഹനേട്ടനെ കൊണ്ട് കഴിയുള്ളൂ. എന്നിട്ടോ ഞാൻ ഉണ്ടാക്കുന്നതിനെ പറ്റി കുറ്റം പറയുകയും ചെയ്യും. ആ കുറ്റം പറയൽ ഇന്നുകൊണ്ട് ഞാൻ നിർത്തിക്കും. ഇനി മേലി മോഹനേട്ടൻ കഴിക്കാൻ ഒരു വസ്തു ഉണ്ടാക്കില്ലെന്ന് ഞാൻ തീർത്തും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ചായക്കടയിൽ നിന്ന് കിട്ടുന്നത് വാങ്ങി കഴിക്കട്ടെ. അതിനെ ഇനി മോഹനേട്ടൻ യോഗമുള്ളൂ. കഴിഞ്ഞ ആഴ്ച ശിശുപാലന്റെ ഭാര്യ ഉണ്ടാക്കിയ അപ്പവും കോഴിക്കറിയും ശിശുപാലൻ ആഫീസിൽ കൊണ്ടുവന്നു. എനിക്ക് തന്നപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ ശിശുപാലൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ അല്പം കഴിച്ചു. സത്യം പറയാലോ, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അത്രയും രുചിയുള്ള അപ്പവും കോഴിയിറച്ചിയും ഞാൻ കഴിച്ചിട്ടേയില്ല. അങ്ങനെ കറി വെക്കണമെങ്കിൽ നീ 3 ജന്മം കൂടി ജനിക്കണം. ഞാൻ അതുപോലെ കറി വെച്ചാലോ? നടക്കില്ല. കറി വെച്ച് മോഹനേട്ടൻ തന്നാലോ? ഒരിക്കലും നടക്കില്ല. മോഹനേട്ടൻ നല്ല 1 അപ്പവും കോഴിക്കറി ഞാൻ ഉണ്ടാക്കി തരും ഇന്ന് തന്നെ. പക്ഷെ ഒരു വ്യവസ്ഥ, അത് കഴിച്ച് മോഹനേട്ടൻ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് നന്നായിട്ട് പാചകം അറിയാവുന്ന എല്ലാവരുടെ അടുത്തും പറയണം. ഇഷ്ടപ്പെട്ടാലല്ലേ? ഇഷ്ടപ്പെടുവല്ലോ. ഓഫീസിൽ മൊല മറക്കാനുള്ളതല്ലേ. വക്കീൽ, ഇത് കൈവിട്ട കളിയാണ്. വക്കീലുണ്ടാക്കുന്ന അപ്പവും കോഴിക്കറിയും കഴിച്ചിട്ട് ഇത് കൊള്ളൂല എന്ന് സാറ് പറഞ്ഞാലോ? അങ്ങനെ ഉണ്ടാവാനേ പോകുന്നില്ല ഉത്തമ. ഒന്നാമത് ഞാൻ അപ്പവും കോഴിക്കറി ഉണ്ടാക്കുന്നില്ലല്ലോ. ഉണ്ടാക്കുന്നില്ലേ? ടൗണിലെ സുലൈമാനിക്കാര ഹോട്ടലിൽ കിട്ടുന്ന അപ്പത്തിന്റെ കോഴിക്കറിയുടെ രുചി ഉത്തമന് അറിയാലോ. പിന്നെ അത് ഭയങ്കര സംഭവല്ലേ. വൈകിട്ട് ഒരു 3-3:30 ആകുമ്പോഴേക്ക് ഉത്തമൻ സുലൈമാനിക്കാര ഹോട്ടലിൽ പോയി ഒരു 10 അപ്പവും 3-4 കോഴിക്കറിയും പാഴ്സൽ വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഞാനാ? അങ്ങനെ ഉത്തമൻ കൊണ്ടുവരുന്ന കോഴിയിറച്ചി അപ്പവും ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് മോഹനേട്ടന് ഞാൻ വിളമ്പി കൊടുക്കുന്നു. ഈ കറിയിൽ സുലൈമാൻ എന്ന പേര് എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. ഇവിടെ ഞാൻ ഇറങ്ങിയ പാടെ സുലൈമാനിക്കാരുടെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ സുലൈമാനിക്ക പറഞ്ഞു പ്രകാശന്റെ കയ്യിൽ സാധനം കൊടുത്തു വിടാന്ന്. അയ്യോ, പ്രകാശം വന്നിട്ടില്ല. 3 മണി കഴിഞ്ഞപ്പോ ഞാൻ സുലൈമാനിക്ക വിളിച്ചായിരുന്നല്ലോ. അപ്പൊ സുലൈമാനിക്ക പറഞ്ഞു പാഴ്സൽ എടുത്ത് പ്രകാശന്റെ കയ്യിൽ കൊടുത്തു വിടാന്ന്. പ്രകാശ സാധനം കൊണ്ടുവന്ന് കാണുമെന്ന് കരുതിയില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. മോഹനേട്ടൻ സാർ വരുമ്പോ ഞാനും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ ഒരു തമാശ ആവുമെന്ന് കരുതി. പ്രകാശനെ ഒന്ന് വിളിച്ചു നോക്ക്. മണി 4 മോഹനേട്ടൻ വെറുതെ എന്റെ സാധനം കിട്ടിയില്ലെങ്കിലേ പിന്നെ എന്റെ മാനം പോവും. അപ്പം കോഴിക്കറി ഞാൻ ഉണ്ടാക്കിയെന്ന് മോഹനേട്ടൻ വിളിച്ചാൽ പറയുകയും ചെയ്തു. ഞാൻ ഇപ്പൊ ഒന്ന് വിളിക്കാം. പ്രകാശൻ നമ്പറില്ല, സുലൈമാനിക്ക ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ സുലൈമാനിക്ക, ഞാനാണ് ഉത്തമായി. അപ്പം കോഴിക്കറി കൊടുത്തു വിടാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊടുത്തു വിടാത്തത് ആണാ? എന്നിട്ട് പ്രകാശൻ എവിടെ? ഒരു കാര്യം ചെയ്, സുലൈമാനിക്ക പ്രകാശനെ വിളിച്ചിട്ട് പെട്ടെന്നൊന്ന് കൊണ്ടുവരാൻ പറയോ? ഓ ശരി ശരി ശരി. എന്താ പറഞ്ഞേ? പ്രകാശ് അവിടെ ഇറങ്ങിയിട്ട് 15 മിനിറ്റ് ആയി. ഇപ്പൊ സാധനം ഇവിടെ എത്തും.
മോഹനേഷ സാറ് ഇനി എന്ത് ഉത്തമ? വക്കീലൊരു കാര്യം ചെയ്യും, ഒരു 10 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സാറിന് ഇവിടെ പിടിച്ച് നിർത്ത്. ഞാൻ അപ്പവും കോഴിക്കറിയുമായിട്ട് ഇപ്പൊ വരാം. പെട്ടെന്ന് വേണം. ഇനി വരുമ്പോ ഉത്തമനിങ്ങ ഫ്രണ്ടിലേക്ക് വരണ്ട.